ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടോടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് ഞാനിവിടെ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 6 നൂലെടുത്തിട്ടുണ്ട്, ഒരറ്റം മാത്രം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ച് ബോർഡിനകത്ത് ലൈനൊക്കെ വരച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ബാക്ക് സ്റ്റിച്ച് ചെയ്യണ പോലെയാണ് കേട്ടോ ചെയ്ത് തുടങ്ങുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നീക്കിയിട്ട് സൂചി മുകളിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സൂചി താഴേക്ക് ഇറക്കി കുത്തി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം കുത്തിയ പോയിന്റിലേക്ക് സൂചി ഒന്ന് പകുതി വരെ കുത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ സൂചിയോട് ചേർന്നൊരു നൂലെടുക്കുന്നുണ്ട്, ബാക്കിലൊരു നൂലുണ്ട്. അതെടുക്കാണ്ട് സൂചിയോട് ചേർന്നുള്ള നൂലെടുത്തിട്ട് സൂചിനകത്ത് റൗണ്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് കണക്കൊന്നുമില്ല, എത്ര വേണമെങ്കിലും നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 1-2 സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം റൗണ്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബാക്ക് സ്റ്റിച്ച് പോലെ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് കവർ ചെയ്തിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അത്രയും നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കണം, ഫിറ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ ഞാനൊരു 6-7 റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൂചി വലിച്ചെടുക്കുക കേട്ടോ. സൂചി വലിച്ചെടുക്കുമ്പോൾ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള നൂലുണ്ടല്ലോ, അതുമൊന്ന് പതുക്കെ പിടിച്ചിട്ട് തിരിച്ചു കൊടുക്കാം നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് വേണം സൂചി വലിച്ചെടുക്കാൻ. എന്നിട്ട് നമ്മൾ താഴേക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ സൂചി വലിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കെട്ടാവാതെ നോക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ പതുക്കെ പിരിച്ച് കൈ കൊണ്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ബാക്ക് സ്റ്റിച്ചിൻ്റെ ആ സ്ഥാനത്തേക്ക് കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത പോയിന്റിലേക്ക് സൂചി ബാക്കിയുള്ളത് ഇറക്കി കൊടുക്കാം. കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ, അതുപോലെ തന്നെ ചെയ്യാം. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം ചെയ്യുമ്പോൾ, അത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ സ്റ്റിച്ച്. നമുക്ക് രണ്ടാമത്തെ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് കൂടി കാണാം കേട്ടോ. അപ്പോൾ ഒരു പുഴുവിൻ്റെ മോഡലായിരിക്കും ഈ സ്റ്റിച്ച് വരാം കേട്ടോ. ഇനി രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് നീക്കിയിട്ട് ഞാൻ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട്. ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സൂചി ബാക്കിലോട്ട് കുത്തിയിട്ട് ആദ്യം കുത്തിയ പോയിന്റിലേക്ക് സൂചി മുകളിലേക്ക് പകുതി വരെ കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സൂചി നമുക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ച് റൗണ്ട് ചെയ്തെടുക്കുക. 5-6 പ്രാവശ്യം റൗണ്ട് ചെയ്യുക കേട്ടോ. നമുക്ക് എത്രയാണോ അളവ് അനുസരിച്ച് അതിന് കൂട്ടാവുന്നതാണ്. ഇപ്പം ഞാനൊരു 8 ഇതിനകത്ത് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതുമ്മ പിടിച്ചിട്ട് ഒന്ന് പതുക്കെ കൈ കൊണ്ട് തിരിച്ചതിന് ശേഷം സൂചി പൊന്തിച്ചെടുക്കുക കേട്ടോ. കറക്റ്റ് നമ്മൾ ആ ഗ്യാപ്പിനകത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നൂലൊന്നും വലിഞ്ഞിരിക്കണില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് സൂചി താഴേക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ. ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച്. ഇത് നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് താഴേക്ക് കെട്ടിടാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കെട്ടിടാൻ അറിയാത്തവർക്ക് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ബാക്ക് സൈഡ് കണ്ടില്ലേ, അതുപോലെയാണ് ഇരിക്കുക. ഇനി ഞാനൊരു മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ വരച്ച് റിങ്ങിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ആദ്യം ഞാൻ ഓരോരോ സ്റ്റിച്ചസ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഡിസൈനാണ് വരച്ചിരിക്കുന്നത്, ഒരു മരത്തിൻ്റെ മോഡൽ. ഓരോരോ സ്റ്റിച്ചായിട്ട് ഞാൻ ആദ്യം മുതൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ ഇത്തിരി പാടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഈസി ആയിട്ട് വരും കേട്ടോ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, കാണുമ്പോൾ ഇത്തിരി പാടുണ്ടെന്ന് തോന്നുള്ളൂ കേട്ടോ. ഇനി കുട്ടികളുടെ ഉടുപ്പിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ റോസാപ്പൂക്കളൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ഈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ വാങ്ങുമ്പോൾ കാണുന്ന റോസാപ്പൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഗ്രീൻ കളർ വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇലകളായിട്ട് ലേസി ഡേസി ചെയ്തിട്ടുണ്ട്. ബാക്ക് സ്റ്റിച്ച് വെച്ച് ഒരു കെട്ട് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റോസാപ്പൂവ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനോട് ചേർന്നിട്ട് മറ്റൊരു ബുള്ളിയൻ നോട്ടും കൂടി ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് കറക്റ്റ് അതിൻ്റെ നേരെ വരാണ്ട് സൈഡിലേക്ക് മാറി കുറച്ച് നീക്കിയിട്ടൊക്കെ ഒരേ ഇതളുകൾ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഏത് പൂക്കളും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. റോസാപ്പൂക്കളാണ് കൂടുതൽ ഭംഗിയായിട്ടിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ റോസാപ്പൂ ഒരെണ്ണം ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ റോസാപ്പൂവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാട്ടെ. ഇനി നമ്മൾ എങ്ങനെയാണോ ഇതളുകൾ ചെയ്യണത് അതനുസരിച്ചായിരിക്കും റോസാപ്പൂവിൻ്റെ ഭംഗിയും വരണേ കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. നമ്മൾ ഇതളിൻ്റെ മോഡൽ തന്നെയായിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം ഒരേപോലെ ഗ്യാപ്പിനകത്തായിട്ട് കൊടുക്കാണ്ട് കുറച്ച് നീക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കാം. ഒന്നും കൂടി വീഡിയോ കണ്ടവർക്ക് താങ്ക് യു കേട്ടോ.